പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 4:12. വചനം വെളിപ്പെടുത്തുന്നു, ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, മറ്റാരിലും രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരികളുണ്ടല്ലോ. പണ്ടത്തെ പാട്ടാണ് അല്ലേ? ശരിക്കും പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏത് രക്ഷ ആവശ്യമുള്ളത് അത് ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും സഹോദരങ്ങളെ. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു മേഖലയാണ് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നുള്ള രക്ഷ, രോഗത്തിൽ നിന്നുള്ള വിടുതൽ, അതുപോലെ തന്നെ ചില പൈശാചിക ആക്രമണങ്ങളിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ പല വിധത്തിൽ ആത്യന്തികമായിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് എത്തുക, സ്വർഗത്തിലേക്ക് എത്താൻ തടസ്സപ്പെടുത്തുന്ന പീഡകളിൽ നിന്നാണ് ശരിക്കും നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകും. നമ്മൾ മാനുഷികമായിട്ട് ഈജിപ്തിനെ ആശ്രയിക്കാനുള്ള, ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു പദമാണ് ഈജിപ്തിനെ ആശ്രയിക്കാൻ നോക്കി എന്ന് പറയുമ്പോൾ, ലോകത്തെ ആശ്രയിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. ഒരു പ്രശ്നം വരുമ്പോൾ ലോകപ്രകാരം എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, ലോകപ്രകാരമല്ല, സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വർഗം അതിനു വേണ്ട കൃപകൾ എനിക്ക് തരും. സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിനായിട്ട്, അനോയിന്റിങ്ങിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായർ നമ്മുടെ താമസമുള്ള ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഓർത്തേക്കണം, പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.